ഗായ്സ് റെട്രോ കണ്ടു. ഈ 2-3 ആഴ്ച കഴിഞ്ഞ് എനിക്ക് കുറേ എക്സാം വരാനുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഈ മൂവി കാണാൻ പോയുള്ള ഒരു കാരണം സൂര്യയാണ്. ഞാൻ അവള് പ്രിയ സൂര്യ ഫാൻ. കങ്കുവയിൽ ഉണ്ടായിരുന്നൊരു ക്ഷീണം ഇതിൽ മാറുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ക്ഷീണം കൂടിയെന്നല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ആസ് എ സൂര്യ ഫാൻ. എന്തായാലും പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്തോ ഒരു പടം, പല 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 ടൈറ്റിൽ കാണിക്കുന്നൊരു പടം. ഒരു സിമ്പിളാക്കി പറഞ്ഞ ഒരു ഇടിപ്പടം. ഓരോ 2 മിനിറ്റിലും ഇടിയാണ്. ഇടി എന്ന് പറഞ്ഞാൽ ഒരു ആച്ചമ്പൂച്ചി ഇടിയല്ല, ചപ്പ്ളാച്ചി ഇടിയല്ല, നല്ല കിണ്ടലടി. അതും പ്രൊഫഷണൽ ഫൈറ്റ്. ഈ മനുഷ്യൻ ഈ പ്രായത്തിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സൂര്യ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അത് നടിപ്പിൻ നായകൻ ഇതുവരെ ഒരു പടത്തിലും മോശമാക്കിയിട്ടില്ല. നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയിട്ട എഫേർട്ടൊന്നും ടോട്ടൽ ഔട്ട് വന്നിട്ടില്ല. സത്യം പറയാലോ, മൊത്തത്തിൽ എനിക്ക് പണം കാണുമ്പോൾ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. കാരണം ഇത്രയും കപ്പാസിറ്റിയുള്ള കാലിബറുള്ളൊരു ചങ്ങായി, ഒരു ആക്ടർ കിട്ടിയിട്ട് അത് എന്താ ഈ സംവിധായകർ വേണ്ട വിധത്തിൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മനസ്സിലാവുന്നില്ല. സ്വാഗ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഓരോ വരവും നമുക്ക് ആസ് എ സൂര്യ ഫാൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് പുള്ളിയുടെ ഫസ്റ്റ് ഹാഫൊക്കെ പുള്ളിയുടെ ഓരോ രംഗവും നമുക്ക് നല്ല നല്ല കിട്ടിലെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാകുന്ന സാധനങ്ങളുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. പക്ഷേ നല്ല ഹൈപ്പിൽ സൂര്യനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആക്കി അടിച്ച് താഴ്ത്തരും. പിന്നെയും കൊണ്ടുവരും ഞാനൊക്കെ ഒന്ന് കത്തി കയറി വരുമ്പോഴായിരിക്കും അവിടെ നിന്ന് താഴെ കൊണ്ടിരുന്നത്. കഥ മൊത്തത്തിലൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. ഒരു പഴയ ടൈപ്പ് ഒരു സ്റ്റോറി ലൈനാണ്. അതിനൊരു വേറെ രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. ആ എടുത്തു വച്ചേക്കുന്ന രീതി രസമുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വേണ്ടത്. ഞാൻ വിചാരിച്ച റെട്രോ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ആ ട്രെയിലർ കണ്ട് രോമാഞ്ചിഫിക്കേഷൻ വന്ന സാധനം എൻ്റെ റെട്രോ ഇങ്ങനെ അല്ല. കങ്കുവയ്ക്ക് ശേഷം ഈ പടത്തിൽ എനിക്ക് അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഈ പടം കാണാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായതിന് കാരണം നമ്മുടെ ഡയറക്ടർ കാർത്തിക് സുബ്രാജ് ആണ്. പുള്ളി സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ്, വേറൊരു മേക്കിംഗ് സ്റ്റൈലാണ്. പക്ഷെ അങ്ങോട്ട് ഏരില്ല. പഴയ ടൈപ്പ് സ്റ്റോറി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു സെയിം സാധനമാണ്. പക്ഷേ കഥ പറഞ്ഞിരിക്കുന്ന രീതിയൊക്കെ അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മൂവിയിൽ സൂര്യനെ പോലെ തന്നെ കാലിബറിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാസർ, പ്രകാശ് രാജ്, ജോജു, ജയറാം. മലയാളത്തിൽ നിന്നാണെങ്കിൽ കണ്ടവൻ ആക്ടേഴ്സും ആക്ട്രസും ഉണ്ട് ഈ മൂവിയിൽ. അതിൽ ജോജുവിൻ്റെ ക്യാരക്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവസാനമാകുമ്പോഴേക്കും പുള്ളി സെറ്റായി വരുന്നുണ്ട്. പിന്നെ ജയറാം ഇപ്പോൾ മൊത്തത്തിലൊരിതുണ്ടല്ലോ, അതായത് പുറത്തെല്ലാം പോയി കോമഡി കാണിച്ച് വളിപ്പടിച്ച് നടക്കുന്നത്. പക്ഷേ ഈ പടത്തിൽ നമ്മുടെ ജഗദീനൊക്കെ പോലെ നമ്മളെ വലിയ ബോറടിപ്പിക്കാണ്ട് എന്നാൽ അത്യാവശ്യം ചിരിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജയറാമിൻ്റെ പെർഫോമൻസ് അങ്ങനെ മോശം പറയാനില്ലായിരുന്നു കേട്ടോ. ഒരു കറക്റ്റ് ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സന്തോഷ് നാരായണൻ അവൻ പൊളിച്ചു കേട്ടോ. അവൻ്റെ ഒറ്റ സീനില്ല കൊണയില്ലാതെ, അവൻ്റെ എല്ലാ സീനും അടിപൊളി. ഞാൻ അവൻ്റെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആദ്യമായിട്ടാണ്. നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ പുള്ളിനെ കണ്ടിട്ടുണ്ടാവും, പല പോലീസ് ക്യാരക്ടേഴ്സിൽ പുള്ളിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾ അവർ നോട്ട് ചെയ്തോ കേട്ടോ, പുള്ളി കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടും അവൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ മലയാളത്തിൽ നിന്ന് പോയിട്ട് തമിഴിൽ ചെയ്ത് ബോറാക്കി ആ സെറ്റപ്പൊന്നുമില്ല. അവന് നല്ല നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ പുള്ളി. പിന്നെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ജോജുവിൻ്റെ ഡയലോഗ് ഡെലിവറി തമിഴിലുള്ള, പുള്ളി ഉരുളക്കിഴങ്ങ് വയലത്താണോ അല്ലെങ്കിൽ തമിഴാണോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത്രത്തോളം ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിക്ക്. അത് തമിഴിൽ കേട്ടോ, പുള്ളി തമിഴിൽ ആയി വരുന്നില്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് കുറച്ച് എന്തോ നമുക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞ വേർഡ്സുകളൊന്നും കറക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. ആദ്യം നമുക്കങ്ങനെ ജോജുവിനങ്ങനെ പുള്ളിയുടെ ആ ലുക്ക് വൈസ് ആണെങ്കിലും എന്തോ വെച്ച് കെട്ടിയ പോലെയൊക്കെ ആയിരുന്നു. പിന്നീട് പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. വയസ്സാവും തോറും പുള്ളി നല്ല രസമായി വരുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ മലയാളത്തിലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സ്വാസിയൊക്കെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ അമ്മയുടെ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു മല്ലു ആക്ട്രസ് ഉണ്ട്. അവിടെ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, അവസാനമാകുമ്പോൾ അവർ കുറച്ച് ഇരിക്കുന്ന രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ബോറാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നാസറിൻ്റെ മകനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു വ്യാളിച്ചക്കനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ആ വില്ലനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടില്ല. ഇവനാണ് ഏത് വ്യാളിച്ചക്കൻ എന്ന് തോന്നുമെങ്കിലും പിന്നെ അവൻ്റെ ക്യാരക്ടറൈസേഷൻ നല്ല രസമായി വരുന്നുണ്ട്. അവസാനം നമുക്ക് അവനെ ഇഷ്ടപ്പെടും. വില്ലനാണെങ്കിലും അവനെ നമുക്ക്
ഒരു അക്സെപ്റ്റബിൾ വില്ലനാണ് കേട്ടോ, മോശമില്ല. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ആഫ്രിക്കൻകാരെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പൊക്കെ ഉള്ളൊരു പടമാണ്. അപ്പോൾ ആഫ്രിക്കൻകാരൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആഫ്രിക്കൻകാരനൊക്കെ എന്ന് പറയുമ്പോൾ തോക്കി കൊണ്ടിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തി ഡയലോഗ് പറയില്ലേ, ഇത് എൻ്റെ സാധനമാടാ, എനിക്ക് തിരിച്ചാടാ, ഇല്ലെങ്കിൽ ശരിയാക്കി തരും, അങ്ങനത്തെ ഒരു സെറ്റപ്പില്ലേ, ഒക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സൂര്യയുടെയും പൂജ ഹെഗ്ഡേൻ്റെയും ലവ് ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും. സൂര്യൻ്റെ നിങ്ങൾക്കറിയാലോ, ഈ റൊമാൻറ്റിക് പുള്ളി കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര ഡെപ്തായിട്ടാണ്. പിന്നെ ഈ മൂവി ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ സൂര്യയുടെ ആക്ടിങ് തന്നെയാണ്. പുള്ളിയുടെ ക്യാരക്ടർ, അതായത് ഒരു മൊരട്ട് സിംഗിൾ എന്നൊക്കെ പറയില്ല, മൊരടാന ക്യാരക്ടർ, അതായത് പരിപരുത്ത ക്യാരക്ടർ, ചിരിക്കില്ല പുള്ളിക്ക്, ചിരിയൊന്നും വരില്ല. ഒരു ടഫ് ഫേസ് കീപ്പ് ചെയ്ത് നടക്കുന്ന ഒരാൾ മാത്രമാണ്. ചിരിക്കാൻ നല്ലോണം സ്നേഹത്തോടെ പെരുമാറാൻ അതൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി ഫുൾ അടി കുത്ത് വെട്ട് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പുള്ളി എങ്ങനെ എടുത്തുയെന്ന് വെച്ചാൽ നമുക്കത് അഭിനയിച്ചതായിട്ട് തോന്നില്ല. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരാൾ ശരിക്കും അങ്ങനെ തന്നെ ജീവിച്ച് പോകുന്നു തോന്നും. കാരണം അത്രത്തോളം കിടിലനായിട്ട് പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളി ചിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതായത് ഈ ക്യാരക്ടർ ചിരിക്കില്ലല്ലോ, ചിരിക്കേണ്ട രംഗങ്ങളൊന്നും, ചിരിക്കേണ്ട സിറ്റുവേഷൻസൊന്നും, ചിരിക്കേണ്ട രീതിയിലുള്ള ഒരു ജീവിതമൊന്നും അല്ലായിരുന്നു പുള്ളിക്ക് കിട്ടിയത്. പുള്ളിയുടെ ജീവിതം മൊത്തം വയലൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ മുഖത്ത് ചിരി വരാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഈ ചങ്ങി നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ചങ്ങി നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി കഷ്ടപ്പെട്ട് അഭിനയിക്കാനൊന്നും തോന്നില്ല. ശരിക്കും അങ്ങനെ ഒരാളുണ്ട്, അയാൾ ശരിക്കും ജീവിതത്തിൽ ചിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ തന്നെ തോന്നുള്ളൂ. അതായത് ഈ ചങ്ങനെ ആക്ടിങ് വൈസ് അന്നൊന്നും ഈ ചങ്ങി പൊളിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം, ഫൈറ്റാണ് എടുത്തു പറയാനുള്ള കേട്ടോ. ഫൈറ്റിന് ഞാൻ ഒന്നും പറയാനില്ല, കിട്ടില്ല ഫൈറ്റാണ്. സെക്കൻഡ് ഹാഫ് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നല്ല ബോറടിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തോന്നും, നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം. പക്ഷേ എന്തിനു വേണ്ടി മൂവി കാണണം എന്ന് ചോദിച്ചാൽ, ഒന്ന് സൂടെ ആക്ടിങ് കിട്ടില്ലായിരുന്നു, പിന്നെ അൺസൈക്കബിൾ സാധനമൊന്നുമല്ല, കണ്ടിരിക്കാം. പിന്നെ ഫൈറ്റ്, നിങ്ങൾ ഇത്രയും കാലം മൂവിയിൽ കണ്ട പോലെയല്ല, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഫൈറ്റാണ്. ഫൈറ്റിന് വേണ്ടിയിട്ട് പുള്ളി നല്ല കഷ്ടപ്പെട്ടിന്, അതിൻ്റെയൊക്കെ ഔട്ട് കാണാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടാണ് പടം ഇങ്ങനെ ആയത്. പിന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയ പിന്നെ പുള്ളിയുടെ പടത്തിൻ്റെ ഒരു പ്ലോട്ട് അറിയാലോ, ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു അവതാരം, ആ ഒരു സെറ്റപ്പ് സൂര്യ എടുത്ത് തല വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും, കുറേ PVC പൈപ്പും തേങ്ങാക്കൊലയും. എന്തായാലും അടുത്ത പടം അണ്ണൻ തൂക്കുന്ന പ്രതീക്ഷയുണ്ട്.